നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 ശ്ലോകം 19. തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. അതുകൊണ്ട് അനാസക്തനായിട്ട് സർവദാ കർമ്മത്തെ നിറവേറ്റുകയെന്നാൽ കർമ്മഫലകാംക്ഷ കൂടാതെ കടമയെന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും. പരമപദമെന്നാൽ ഭക്തന്മാർക്ക് ഭഗവാനും അവ്യക്തിഗതവാദികൾക്ക് മുക്തിയുമത്രേ. കൃഷ്ണാവബോധത്തോടെ ശരിയായ മാർഗനിർദ്ദേശം സ്വീകരിച്ച് ഫലേച്ഛയന്യേ കൃഷ്ണനു വേണ്ടി കർമ്മം ചെയ്യുന്ന ആൾ തീർച്ചയായും ജീവിതത്തിന്റെ അത്യുത്തമ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ്. കുരുക്ഷേത്രത്തിൽ കൃഷ്ണന്റെ താൽപര്യമനുസരിച്ച് പൊരുതാനാണ് അർജുനൻ നിയുക്തനായിട്ടുള്ളത്. അർജുനൻ യുദ്ധം ചെയ്യണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു. ഒരു നല്ല മനുഷ്യനോ അഹിംസാനിരതനോ ആകണമെന്നത് വ്യക്തിപരമായ ആഗ്രഹമാണ്. ഭഗവത് പ്രീതിക്കായി പ്രവർത്തിക്കുക എന്നത് ഫലകാംക്ഷ കൂടാതെയുള്ള കർമ്മവും. ഭഗവാൻ ശ്രീകൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ട അത്യുത്കൃഷ്ടമായ കർമ്മമാണത്. ഇന്ദ്രിയ തൃപ്തിക്കായി ചെയ്യപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ജീവനെ ശുദ്ധീകരിക്കാനുതകുന്നവയാണ്. വേദോക്തങ്ങളായ യജ്ഞങ്ങളും ചടങ്ങുകളുമെല്ലാം കൃഷ്ണാവബോധ പ്രവർത്തനമോ പാപപുണ്യകർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്കതീതമായ ഒന്നാകുന്നു. കൃഷ്ണാവബോധം നേടിയവർ ഭഗവാനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. ഫലത്തിൽ അവർക്ക് താൽപ്പര്യമില്ല. പൂർണ്ണമായ അനാസക്തിയോടെയാണ് അവർ എല്ലാത്തരം പ്രവൃത്തികളിലും ഏർപ്പെടുന്നത്.